എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലെങ്ത്തുള്ള വീഡിയോ, നല്ല സബൂറുമാണ് കാണാൻ. ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ. ഞായറാഴ്ച പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലേനു, ചോറും ചായയൊന്നും വേണ്ട, മോനിക്കൊരു കല്യാണം ഉണ്ടേനു. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ കുറേ പേപ്പറും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ ആടെ ഇവിടെ എല്ലാം ഇങ്ങനെ മാന്തി വെക്കുന്നു, എവിടെയില്ല. അപ്പം എനിക്ക് തോന്നി ഇതൊന്നും പോരാ, മൊത്തത്തിലൊന്ന് സർവീസ് ചെയ്യണം, എന്നാല ഈ കാണാതെ പോയ സംഭവങ്ങളെല്ലാം കണ്ടു കിട്ടും. അപ്പം ഞാൻ ചായയും കുടിച്ച് ഇനി വേണ്ടി ഇറങ്ങി. ആദ്യം തന്നെ കുറേ ബോക്സിൽ കുറേ പേപ്പറും കാര്യങ്ങളെല്ലാം കൊണ്ടാച്ചിരിക്കുന്നു. ഒരു ചെരുപ്പ് വാങ്ങിയാൽ ആ പെട്ടി വരെ ഞാൻ വെറുതെ വിടില്ല, അതും കൊണ്ടാക്കും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു 4 പേപ്പർ അവിടെ ഇട്ട് വെക്കും. മക്കൾ ചോദിക്കും, പറയും അന്ന് എടുക്കരുതെന്ന് പറയും. അങ്ങനെ എല്ലാം എടുത്തിട്ടേക്ക് കൊണ്ടാച്ചി. പിന്നെ ഞാനൊരു ചെറിയ റൂമുണ്ട്, അപ്പോൾ ആടെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. എൻ്റെ 2-3 മേക്സി കാണുന്നില്ല. അപ്പം ചെറിയ റൂമെല്ലാം ഒരുക്കി മേലത്തെ പെരക്കാറ് കുറേ പെട്ടിയോ കിടക്കലുണ്ട്, കുറേ എലിയെല്ലാം എന്തെല്ലോ ആക്കി വെച്ചിക്ക്. അപ്പോൾ ഉപയോഗിക്കാത്ത ഫാനുണ്ട്, ബോക്സ് ഉണ്ട്. പിന്നെ അങ്ങനെ ആ റൂം ഒരുക്കി അതിൽ മടക്കി വെക്കണ്ടെല്ലാം മടക്കി വെച്ച് അതിന്മേൽ ഇങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ പണ്ടേ കുറേ മുന്നേ ഉള്ളൊരു പേഴ്സ് കിട്ടിയത്. എനിക്ക് ഈ പിങ്ക് പേഴ്സും പിങ്ക് കൊട ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നും കിട്ടിയ ഗുളിക തന്നെ. അങ്ങനെ ചെറിയ റൂമാട ഒരുക്കി വെച്ച് അതിൽ നിന്ന് മാണ്ടാത്ത എല്ലാം എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് എല്ലാം അണ്ണാച്ചിക്ക് ബിറ്റ്, അന്നേരം ഒരു സമാധാനമായി. പിന്നെ അൾമാറേൻ്റെ മേലെ കുറേ ബോക്സിൽ ചെരുപ്പ്, ഒരു ഡ്രസ്സ് എടുത്താൽ അതൊരു ബോക്സിലാണ് കൊണ്ടുവന്നെങ്കിൽ അത് ഞാൻ ചാടൂല. പിന്നെ എന്താ വേറെ എന്തെങ്കിലും ഒരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു കാസറോളായിട്ടൊരു ബോക്സ് കൊണ്ടുവന്ന് അതും ഞാൻ ചാടൂല. ഒരു ബോക്സ് മൊത്തം ഗുളികയാണ്, ഒരു വലിയ ബോക്സിൽ ഗുളികയുണ്ട്. അങ്ങനെ പിന്നെ അൾമാറിൻ്റെ മേലെ നെല്ലുള്ളെല്ലാം വേലിച്ചിട്ട് ഇന്ന് മൊത്തം അങ്ങ് ചെക്ക് ചെയ്തിട്ട് കാണാണ്ടായിപ്പോയതെല്ലാം ഇന്ന് നോക്കിയെടുക്കണമെന്നുള്ളൊരു വാശി എനിക്ക്. തലേന്ന് ശനിയാഴ്ച ഉണ്ടേന് എൻ്റെ മനസ്സിലൊരു പ്ലാന്. തലേന്ന് ശനിയാഴ്ച എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത്, പാത്രം തേച്ചാലും അലക്കലും കാര്യങ്ങളെല്ലാം അന്ന് ചെയ്ത് വെച്ച് ഞായറാഴ്ച രാവിലെ തൊട്ട് രാത്രി വരെ ഇതിനങ്ങ് മെനക്കെട്ടിയ. അപ്പോൾ അൾമാറ നോക്കുന്നതിൻ്റെ അടുക്ക് ഒരു മോരക്കല്ല് വാങ്ങിയിട്ട് കല്ല് കെട്ടിക്കുകയെല്ലാം ചെയ്ത് കുറച്ച് ദിവസം കൈമേൽ ഇടുമ്പോഴത്തേക്ക് കല്ല് തെറിച്ചങ്ങ് പോയി. അപ്പോൾ അതും കൊണ്ടാച്ചിക്കാനും അതും കാണുന്നില്ല. പിന്നെ അതും കിട്ടി. പിന്നെ ഞാൻ അൾമാറേൻ്റെ ഉൾഭാഗം ഇങ്ങനെയുള്ള കുറേ വാച്ച് കാണുന്നില്ല. പിന്നെ ആധാർ കാർഡ്, അക്കൗണ്ട്, അന്നേരം 2 സ്പ്രേ കിട്ടിയത്, അത് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിക്കല്ലോ. ഇതാണ് എൻ്റെ അവസ്ഥ. കുറേ സ്പ്രേ എല്ലാം മോൻ കൊണ്ടുവന്നിക്കുക. അപ്പോൾ ഇത് 2 എടുത്താൻ്റെ എന്നോട് പറഞ്ഞു, ഇതവിടെ വെച്ചേക്ക് പോസി, നല്ല സ്പ്രേ ആണ്, നമുക്ക് പ്രത്യേകിച്ച് കൊണ്ടു തന്നതാണ്. ഇതെല്ലാം ഭാര്യ പേലിച്ച് കിടക്കയിലിട്ടിട്ടുണ്ട്. ആ ഹൗലവല ഇതെല്ലപ്പാ ഒന്ന് റെഡിയാവും, ഇതെല്ലപ്പാ ഒരുങ്ങും. എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അതെല്ലാം ഭാര്യ കിടക്കയിലിട്ട് അൾമാറയിൽ പിരിച്ച കവറെല്ലാം മാറ്റി, മക്കൾക്ക് നോട്ട് പൊതിയാൻ വെച്ച പൊതിയുണ്ടായിരുന്നു ബാക്കി, അതെല്ലാം കട്ട് ചെയ്ത് അൾമാറൊക്കെ പിരിച്ച്. പിന്നെ റൂം ഒരുക്കിയതിന് ശേഷം പിന്നെ അൾമാറ ഒരുക്കാൻ നിന്ന്. അൾമാറ ഒരുക്കി ആദ്യം ഡ്രസ്സെല്ലാം മടിക്കയിൽ വെച്ച്. എൻ്റെ കാണാണ്ട് ഇപ്പോൾ 2 മേക്സി 3 മേക്സി അത് കിട്ടിയില്ല. പിന്നെ ഇവർക്ക് സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്നെല്ലാം കിട്ടുന്ന ഈ സ്നേഹോപകാരം ഉണ്ടാവല്ലോ, മൊമെൻറ്റോ, സാഹിത്യോത്സവമോ അങ്ങനത്തെ പരിപാടിക്കെല്ലാം. പിന്നെ ചാവി, കുറേ ചാവിയുണ്ട്. ഇത് കൂടുതലും പഴയ പോരേൻ്റെ ചാവിയാണ്. അത് ഈ പറഞ്ഞതിലോട്ട് തന്നെ ആടെയും ഇവിടെ എല്ലാം പൂട്ടിയിട്ട് ആടെ ഇടും. പിന്നെ ആശാരിനെ കൊണ്ടുവരും, പൂട്ട് പൊട്ടിക്കും, കുറേ ദിവസം കഴിഞ്ഞാൽ ചാവി കിട്ടും. ചാവിയാണ് നല്ലോണം അവിടെ കൊണ്ടാക്കും. നല്ലോണം കൊണ്ടാക്കൽ ഫസ്റ്റാണ്. പക്ഷെ അത് കാണൂല, ഉപകരിക്കൂല എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ.
പിന്നെ ഞാൻ ചാവില നല്ല ഒരുക്കി വെച്ച് ഇനി ആ കാണേണ്ട കാഴ്ച. ഒരു 2008 മുതൽ എനിക്ക് അസുഖം വരാൻ തുടങ്ങി. അതിമെന്ന് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നൊരു 10-25 സ്കാനിങ് എടുത്തൊക്കെ എനിക്ക്. എന്തിനാ എടുത്തതെന്ന് എനിക്കും തെന്നിക്കില്ല, ഡോക്ടർമാർക്കും തെന്നിക്കില്ല. അതതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ തന്നെ എക്സ്റേ എടുത്തിട്ട് ഇത് മൂത്ത മോനിക്ക് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ബാങ്ക് നിർത്തി SBIന്ന്. അതിലെല്ലാം പൈസ ഉണ്ടോ ഒന്നും അറിയില്ല. ഇത് ഡ്രൈവിങ് ലൈസൻസ് ഡ്രൈവിങ്ങിന് പോകുമ്പോഴുള്ള കാർ അല്ല, ഇനി എന്തിനാ വെച്ച് കുത്തിരിഞ്ഞ 2006 കാറ് പഠിക്കാൻ പോയി ചേർന്നത്. 500 അവിടെ വാങ്ങിച്ചിക്ക്. അതിൽ കുറച്ച് ദിവസം ക്ലാസ്സിന് പോയി കാണുന്നു, ലേണിങ്ങിനും കൂടിയും പോയിക്കില്ല. പിന്നെ ഇത് എനിക്ക് എന്താ കലോത്സവത്തിന് വരെ കിട്ടിയതാ. പിന്നെ മൊത്തം ന്യൂക്ലിയസിൽ സ്കാനിങ്ങും എക്സ്റേ. മൻസൂർ ഡോക്ടർ കണ്ടത് പഠിച്ചോന് ഇത്ര പ്രാവശ്യം. കോഴിക്കോട് ബേബി, മിംസ്, മലബാർ, മറ്റേ ചേവായൂരൊരു ഡോക്ടറേത്ത് കുറേ പ്രാവശ്യം പോയിക്ക്. മെഡിക്കൽ കോളേജിൽ പോയിക്കില്ല. ഇപ്പം പിന്നെ 2-3 കൊല്ലമായിട്ട് പാറക്കടവ് 2 ഹോസ്പിറ്റൽ ക്ലിനിക്ക് തുടങ്ങിയതുകൊണ്ട് പിന്നെ ഇപ്പം അങ്ങോട്ട് ബേബിയിലും മിംസിലൊന്നും പോക്കില്ല. പിന്നെ തൈറോയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞ് കോഴിക്കോട് സുരാജ് ഡോക്ടർക്ക് കുറുവന്തേരി പുരേന്ന് ഞാനൊരു ദിവസം പുരയിൽ നിൽക്കലില്ല, എല്ലാം ഹോസ്പിറ്റലാണ്. 2008 മണി ഇങ്ങോട്ട്. ഇത് ഏതോ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയ. പിന്നെ കണിയാൻ്റെ അടുത്ത് അതും പോയിക്ക്. ഇത് മക്കളെ സർട്ടിഫിക്കറ്റ്, മദർസിലെ സർട്ടിഫിക്കറ്റ്. കണിയാൻ്റെ അടുത്തല്ല, സോറി, നമ്പൂരിൻ്റെ അടുത്ത് പോയിക്ക്, മലേൻ്റെ അടുത്ത് പോയിക്ക്, ഉസ്താദ്മാരുടെ അടുത്ത് പോയിക്ക്. ഇത് ഉംറക്കുവരം, ഹജ്ജിൻ്റെ പുസ്തകം. ഇതെല്ലാം പിന്നെ കൊണ്ടാച്ചതിനൊരു കാര്യമുണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. പിന്നെ ഇത് അസ്മാ ബീവീൻ്റെ ചരിത്രം. ഇതെന്തിനാ കിട്ടിയെന്നാ കൂടുതൽ സലാത്ത് ചെല്ലിയ കൊണ്ട് എനിക്കൊരു ബുക്ക് തന്നതാ. പിന്നെ ഇത് സലാത്ത് ചെല്ലിയിട്ട് നോട്ടിൽ എഴുതി വെച്ച. ഇതെല്ലാം എന്തിനാ കൊണ്ടാച്ച? പൊട്ടത്തി എന്ന് പറഞ്ഞാൽ പൊട്ടത്തി. പിന്നെ പഴയ വീടിൻ്റെ തറ കെട്ടിയതും അതിൻ്റെ ബാർപ്പിട്ടതും മരത്തിൻ്റെ പണിയെടുത്തതും നിലത്തിൻ്റെ പണിയെടുത്തതും എല്ലാതും. ഇത് മോളെ SLC ബുക്കോ അങ്ങനെ എന്തല്ലോ. മോനെ പ്രസവിച്ച ഡിസ്ചാർജ് വലിയ മറ്റേത് അത് ഇത്. ഇതെല്ലാം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങളെപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, നിങ്ങൾക്ക് പൈസ എല്ലാം വരും തുടങ്ങിക്കോ, കുറേ ആയോ, അങ്ങനെ ഇങ്ങനെയെന്നല്ല. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2020 ഖദീജ വ്ളോഗ് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. കൂടുതലും വീഡിയോ നമ്മളെ പഴയ വരെയെന്ന് എടുത്ത്. കമൻറ്റ് വരുമ്പം ഞാൻ ആകെ തളർന്നു പോയി. ഇങ്ങനെ ഗുളിക മരുന്നും ഇങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കമൻറ്റും കൂടിയും വായിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ മോളൻ്റെ അടുത്ത് അതേ പറഞ്ഞിക്ക്, ഉമ്മ ഇതിനൊന്നും നിൽക്കേണ്ട, കാരണം ഒരു വയറുവേദന വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടായാലും ഉമ്മാനെ കൊണ്ട് പറയുക ടെൻഷൻ എന്നാ. അതുകൊണ്ട് കമൻറ്റൊന്നും വായിക്കേണ്ട താക്കത്തൊന്നും ഉമ്മാക്കില്ല, ഉമ്മയിനും നിൽക്കണ്ട. ഇത് പണ്ട് ഫോൺ നമ്പർ എഴുതി വെക്കുന്ന ഡയറി. ആ പച്ച ബോക്സ് എന്നാണെന്നറിയാം. എൻ്റെ മോളെ പ്രസവിച്ചേരോ അവിടെ നിന്ന് ഉടുപ്പ് തന്നതാണ്, കോഴിക്കോട് മിംസൊന്ന്. അതും അവിടെ ഇട്ടിക്കില്ല, എടുത്തിട്ട് നിൽക്ക്. എന്നെ പണ്ടങ്ങ് തീ കൊടുക്കേണ്ടതാണ്. പിന്നെ മലപ്പുറം പോയത്, എരുമക്കൊല്ലി പോയത്, തിരൂര്, രാമനാട്ടുകര. നമ്മൾ പോവാത്തൊരു സ്ഥലമില്ല പഠിച്ചോനെ. അടുത്തല്ല ചികിത്സ എടുത്തത്. പിന്നെ വീടിൻ്റെ കണക്കെല്ലാം ഇങ്ങനെ എടുത്തു നോക്കും, കാണിച്ചു കൊടുക്കാലും എന്തെങ്കിലും എന്നോട് ചോദിക്കുമായിരിക്കും. ഒരിക്കലും ചോദിച്ചിക്കൂല, ഞാൻ ഒട്ട് കാണിച്ചു കൊടുത്തിക്കൂല, ഇനിയൊട്ട് കാണിക്കേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ കുറേ ഇലക്ട്രോണിക്കിൻ്റെ അതെല്ലാം കേട് വന്ന ആക്രിക്കാർക്ക് കൊടുത്തിക്ക്.
എന്നാലും അതിൻ്റെ ഗ്യാരണ്ടി കാർഡും വാറണ്ടി കാർഡെല്ലാം ഇപ്പം വെച്ചിരിക്കും. 2 മക്കളെ പ്രസവിച്ച ബില്ലുണ്ട്. മോളെ ഇല്ല, അന്നേരം വീടായിക്കില്ലേനും. അങ്ങനെ 2020 യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ കമൻറ്റ് വന്നേരം പിന്നെ അതങ്ങ് ഒഴിവായി കളഞ്ഞു. അന്നേരം 2021 പിന്നെയും തുടങ്ങിയതായത്. പക്ഷേ അതിൽ കമൻറ്റൊന്നും അങ്ങനെ ആരും ഇടലും ഇല്ല, ഇട്ടാൽ തന്നെ അതൊക്കെ മെയിൻ്റാക്കലുമില്ല. ഇതിപ്പോൾ ഒരു 16 പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ടാ. മോനില്ലാത്ത കൊണ്ടാണ് ഇന്ന് ഇത് എഡിറ്റ് ചെയ്തത്. എല്ലാവും പാട്ട് വെച്ചിട്ട് തന്നെ തമ്മേക്കൂല. പിന്നെ ഇവിടെ മുകളിൽ റൂമൊന്നുമില്ല, ഒറ്റ നിലപ്പൊരി ആയതുകൊണ്ട് പിന്നെ അങ്ങ് പുറത്തിറങ്ങി നോക്കിയാൽ പല ജീവികളും കരയുന്നുണ്ടാവും. പിന്നെ അതുകൊണ്ടൊന്നും നടക്കൂല. ഇന്ന് പിന്നെ ഓനില്ലാലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2-3 ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട്. അങ്ങനെ 2021 പാച്ചൂസ് വ്ലോഗ് എന്നും പറഞ്ഞിട്ട് തുടങ്ങി. അതിപ്പോൾ 3 വർഷമായി. ഒക്ടോബർ ആയാലും 3 വർഷം കഴിഞ്ഞ് 4-മത്തെ. പിന്നെ പക്ഷേങ്കിൽ വീഡിയോ ഇട്ട ഒരിനൊന്നും എനിക്ക് സബ്സ്ക്രൈബൊന്നും ആയിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നിട്ട് വീഡിയോ ഇടലും ഇല്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എവിടെയെങ്കിലും പോവുണ്ടാവും. പർദ്ദ ഇടാത്തൊരു ദിവസം എൻ്റെ ഇടയിൽ ഉണ്ടാവലില്ല. എപ്പോൾ ഉണ്ടാവും, എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും പോയിണ്ടാവും. അന്നേരം ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ, പിന്നെ അതെല്ലാം എടുക്കണം. ആ പോകുന്ന വരുന്ന എല്ലാം എടുക്കണം. ബേബി മിംസ് 2008 തൊട്ടിട്ട് 2015-16 വരെ. പിന്നെ കുറേ കലാച്ചി അമീത ഡോക്ടറെ കാണിച്ച്, പിന്നെ കുറേ പാറക്കട മുഹമ്മദിനെ കാണിച്ച്, പിന്നെ തലശ്ശേരി കാണിച്ച്, പിന്നെ ഇനിയൊരു സ്ഥലത്ത് കാണിക്കാൻ ബാക്കിയില്ല. ഞാൻ എന്നെ പറയട്ടെ. കുറേ അഡ്മിറ്റാക്കും, കുറേ ഇങ്ങനെ എക്സ്റേ എടുക്കും, കുറേ സ്കാനിങ് എടുക്കും. എന്നിട്ട് ഡോക്ടർമാർ അറിയില്ലൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. 10-15 ടെസ്റ്റെല്ലാം ഉണ്ടാവും ഓരോ പൊക്കിൽ. അപ്പോൾ ഇവിടുന്ന് ഇവർ പറയും ഒന്നും ഇല്ല എന്നല്ല പറഞ്ഞാൽ എനിക്ക് സമാധാനിക്കല്ല വേണ്ടേ. പക്ഷേ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ എക്സ്റേയും സ്കാനിങ്ങും എന്തെങ്കിലും ഒരു പ്രാവശ്യം കോഴിക്കോട് മിംസ് കൊണ്ടുപോയി കാണിച്ചിട്ട് ഡോക്ടർ MRI സ്കാനിങ് എടുത്ത ശരീരം മൊത്തം വേദനയാണ്. ഡോക്ടർമാർ ഒന്നും കാണുന്നില്ല. ഞാനിങ്ങനെ കരിയ. അപ്പോൾ മിംസ് കൊണ്ട് MRI സ്കാനിങ് ചെയ്തേരം ഡോക്ടർ പറഞ്ഞു ഇത്രയും നല്ലൊരു സ്കാനിങ് റിപ്പോർട്ട് ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് 30 വർഷം ഇതുവരെ കണ്ടിക്കില്ല. ഒരു നീർക്കെട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാൻ വിചാരിക്കുന്നു എൻ്റെ കൈ തോളുന്ന അങ്ങ് അറ്റ് പോട്ടേനും, എന്നാൽ എനിക്ക് വേദനക്ക് കുറച്ച് കുറവുണ്ടാവും. അപ്പം ഞാൻ 100-500ഓളം വീഡിയോ ഇട്ട് 3 കൊല്ലം കൊണ്ട് 1000 ചില്ലാനും സബ്സ്ക്രൈബർ ആയിക്കാളും. വ്യൂസ് എല്ലാം കുറവാണ്. എൻ്റെ വീഡിയോ ഒന്നും ആയിരിക്കും ഇഷ്ടമാകുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് വ്യൂസ് എല്ലാം കുറഞ്ഞത്. പിന്നെ അതിൽ നിന്ന് വരുമാനം വരുവാനൊന്നും ആയിക്കില്ലല്ലോ. 1000 സബ്സ്ക്രൈബ് പോരാ, 10,000 എല്ലാം വേണം. 10,000 എന്ന് പറയണ്ട, 10,000 വേണം. പിന്നെ വേറെന്തെല്ലേനും പറയണമെന്ന് വിചാരിച്ചത്. യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങിയ എൻ്റെ മോനെ ഇവിടെ വീട് വെച്ചിട്ട് എൻ്റെ കഷ്ടപ്പാടെല്ലാം കണ്ടേരം എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടുമ്മ, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാമല്ലോ. എന്നിട്ട് നമ്മൾ 200 റുപ്യ കൊടുത്തിട്ട് ആ ഇൻട്രോ ഉണ്ടായിക്കൽ. ഇൻട്രോ ചിലപ്പോൾ അങ്ങ് ഡിലീറ്റ് ആയിപ്പോൾ. അപ്പം പിന്നെ ഉണ്ടായിക്കണേ 200 റുപ്യ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുക. അന്നേരമെല്ലാം ആർക്കും അങ്ങനെ ഇൻട്രോ ഒന്നും ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞൂടേനും. പിന്നെ ഓനെൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ എനിക്കൊന്നും വേണ്ട, ഉമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് തന്നെ. അപ്പോൾ ഓൻ ഫസ്റ്റ് ഉണ്ടാക്കിയ കേക്കാണ്. അവൻ്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞു മുഹമ്മദ് ഉണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അന്നേരം എന്നോട് നെയ്യില്ല, നല്ല കാര്യം, കേക്കെല്ലാം തിന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞ് പിന്നെ നമ്മൾ ഓനങ്ങ് പ്രോത്സാഹിപ്പിച്ച്. പിന്നെ ഓൻ കുറച്ച് കഴിഞ്ഞേരം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ്
ആദ്യം പറഞ്ഞു ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ മതി, ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമെന്ന്. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ എല്ലാവരും കളിയാക്കുന്നു ഉമ്മ എന്നെ പറയോ, പിന്നെ വോയിസ് കൊടുക്കുക, ബാക്കിയെല്ലാം ഞാൻ ആക്കുന്നതിന്. അങ്ങനെ അതും എന്നെ കൊണ്ടാക്കിച്ച്. പിന്നെ എല്ലാം കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ഉമ്മ എന്നെ എല്ലാം ആക്കിയോട്, ഞാൻ ഇമ്മെന്നെല്ലാം ഒഴിവാകുന്ന എല്ലാവരും എന്നെ കളിയാക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നന്നിക്കല്ല വിളിച്ചിട്ട് തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ആദ്യം മമ്മ വ്ളോഗ് എന്ന് മറ്റേനും ചെയ്ത് അത് എല്ലാവരും അടിച്ചു നോക്കിയിട്ട് പറയുന്നത് എന്തോ ഒരു ഇംഗ്ലീഷ് പടാ കാണുന്നതെന്ന്. അന്നേരം പിന്നെ അത് ഒഴിവാക്കിയിട്ട് ഖദീജ വ്ളോഗാക്കി. ഖദീജ വ്ളോഗ് ഒരു 10-350 സബ്സ്ക്രൈബ്, അത് കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ എന്താക്കി അതിലിങ്ങനെ കമൻറ്റ് വന്നേരെ മോള് ഇങ്ങനെ പറഞ്ഞ് പിന്നെ അതൊഴിവാക്കി. പിന്നെ 2001 ഇത് തുടങ്ങി. ഇതിങ്ങനെ മടിക്കേച്ച് ഞാൻ തളർന്നിക്ക് ചോറൊന്നും തിന്നിക്കില്ല. അപ്പം കാണാം ഒരു ഐസ്ക്രീമും കൊണ്ട് എത്തമ്പേന് ഈ ഒരിക്കുന്നതിൻ്റെ ഡാഡി കുറേ ചില്ലർ പൈസ കിട്ടിക്കാൻ. അപ്പോൾ ആ ചില്ലറെല്ലാം കൊടുത്ത് ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീമെല്ലാം വാങ്ങി പിന്നെയും തുടങ്ങി. ഇത് ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ തീർക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു വാശി. അപ്പോൾ കുറേ ആൾമാരെല്ലാം ഒരുങ്ങിയത് ഞാൻ എന്താക്കി ബാക്കിയെല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ ആടെ നിന്ന് ഇരിക്കലായി. ഞാൻ വിചാരിച്ച് റൂമിൽ നിന്ന് ഒരുക്കിയിട്ട് ഇവിടെ എത്താൻ പേരുന്നില്ല. ഇതൊന്നേനും ഇതൊരു കൗൺസിലിങ്ങിന് പോയത് തലശ്ശേരി. ഫൗസിയ 34 വയസ്സുള്ളവരാ, 36 വയസ്സുള്ളവരാ. ന്യൂക്ലിയസ് ഇതെല്ലാം പിന്നെ ഇത് കുഞ്ഞുപ്പാൻ്റെ പാസ്പോർട്ട്, കുഞ്ഞുപ്പിയത്. പിന്നെ ഇതെൻ്റെ പാസ്പോർട്ട്, ഇതൊന്നും കാണുന്നില്ലേനു. പിന്നെ ഇതെല്ലാം എൻ്റെ കെട്ടിയോൻ്റെ പാസ്പോർട്ട്. എത്രയാ 20 കൊല്ലത്തേക്ക് 3 പാസ്പോർട്ടോ 4 പാസ്പോർട്ടായിട്ടുണ്ട്. അങ്ങനെ റൂമെല്ലാം നല്ലോണം ഒരുക്കി, ചെറിയ റൂം ഒരുക്കി, വലിയ റൂം ഒരുക്കി, ഫാനെല്ലാം നല്ലോണം തുടച്ച്, അൾമാറെല്ലാം ഒരുക്കിയാനെല്ലാം സെറ്റാക്കി, എല്ലാം കിട്ടി. മാഷാ അല്ലാ, ഒരു പേപ്പർ പോലും കിട്ടാണ്ടായിപ്പോയില്ല. സംഭവം എല്ലാം ഉണ്ടേനു, പക്ഷെ കാണുന്നില്ല എന്നാണ്. ബാങ്കിൽ പോയിട്ട് ഞാൻ പറയും പണയം വെക്കുമ്പോൾ പണയം വെച്ചിട്ട് സാധനം എടുക്കുമ്പോൾ മേടിയും കാണൂല, പേപ്പർ കാണൂല. അതേപോലെ തന്നെ കറണ്ട് ബില്ല്, ഇനി ഈ ഗുളിക ഒഴിവാക്കണം, അതും കൂടി അതിന് ബാക്കിയുള്ളൂ. എന്നിട്ട് ഞാൻ ബാങ്കിൽ പോയിട്ട് ഓരോരുത്തർ പറഞ്ഞാൽ ഒരു അറിയും നിങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി തന്നാലാ കിട്ടുന്നാൽ. എത്രയാ ബാങ്കിലെ കടലാസ്. കാരണം തിരിച്ചെടുക്കുകയും ചെല്ലുക കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാ. അക്കൗണ്ട് ബുക്ക് കാണുന്നില്ല അമ്മൻ്റെ ചെല്ലു. ഇപ്പം എടുത്തൊക്കെ ഒരു അക്കൗണ്ട് ബുക്ക്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, എത്രയാ കിട്ടിയതെന്നൊന്നും പറയണ്ട. ഞാൻ 2 വലിയ ഫയലിലേക്ക് എൻ്റെ ഒരുവിധം ഉള്ള എല്ലാം എടുത്തു വെച്ച് ബാക്കിയെല്ലാം ഒഴിവാക്കി. ഇത് മൊത്തം കറണ്ട് ബില്ലും ഫോൺ ബില്ലും. ഇതെല്ലാം ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിക്കില്ല, എല്ലാം കത്തിക്കുന്നത്. ഇതെല്ലാം എനിക്കിങ്ങനെ ഡേറ്റ് നോക്കിയിട്ട് ഇന്ന ഡേറ്റിനല്ലേ ആ സമയത്ത് എന്നേനും സംഭവം അങ്ങനെയല്ല ഇങ്ങനെ ആലോചിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓർത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സംഭവം എല്ലാം തളർന്നു പോകുന്ന അങ്ങനത്തെ ഓർമ്മകളായിരിക്കും. എന്നാലും ഇതെല്ലാം ഞാനൊരു ലോൺ എടുത്തിക്കേനും അതിനടച്ചതാണ്. ഇത് ഉംറക്കോയരം പോയ സ്ഥലം എഴുതി വെച്ചതാണ്. മസ്ജിദുൻ നബവി, മസ്ജിദുൽ ഖുബ, മറ്റേ ഊതുമല, അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് പോയല്ലോ. അന്നേരം ഉസ്താദ് ഓരോ സ്ഥലത്തെത്തിയാലും പറയും എഴുതി വെച്ചേക്ക്, പിന്നെ നമുക്ക് ഓർമ്മയിൽ നിൽക്കൂല എന്നറിയും. അങ്ങനെ എഴുതി വെച്ചതാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നേർക്കാക്കി എല്ലാം സെറ്റാക്കി, കാണേണ്ടതെല്ലാം കണ്ട് കിട്ടേണ്ടതെല്ലാം കിട്ടി.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് തേങ്ങയും കുറച്ച് മടലെല്ലാം ഉണ്ട് എടുത്ത് വെച്ചിക്ക്, ഇനി വന്നിട്ട് അങ്ങ് എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതും പോയി എടുത്തിട്ടുണ്ടോന്ന്. അപ്പം നമ്മൾ വീഡിയോ മൈൻഡപ്പ് ആക്കുന്ന ഇനിയിപ്പോൾ വീഡിയോ ഇട്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. ഇതന്നെ ഉണ്ട് ഇനിയും കുറേ ചെയ്യേണ്ട വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ.